ഹലോ, ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ ഞാൻ വന്നേ. അപ്പം നമ്മളിന്ന് എന്തോ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് എന്തോന്ന് അറിയാമോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ശർക്കര മാങ്ങ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, മുളക്, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, കായം, പിന്നെ ശർക്കര പൊടിച്ചതും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ അതിനകത്തോട്ട് ഉലുവയും കൂടി ഇടേണ്ടതാണ്. പിന്നീട് അതിനകത്തോട്ട് മുളക് പിച്ചി ഇടേണ്ടതാണ്. ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് അതിനകത്തോട്ട് ഇടേണ്ടതാണ്. പിന്നീട് അത് നല്ലോണം ഒന്ന് ഇളക്കുക. അത് മൂന്നെണ്ണവും കൂടെ നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടേണ്ടതാണ്. പിന്നീട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. നല്ലവണ്ണം ഇളക്കേണ്ടതാണ്. 4 എണ്ണവും കൂടെ വഴണ്ട് വരുന്നിടം വരെ അങ്ങോട്ട് ഇളക്കേണ്ടതാണ്. പിന്നീട് അതിനകത്തോട്ടും നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. നല്ലവണ്ണം ഇളക്കുക. നല്ലോണം ഇളക്കുമ്പോൾ ഇച്ചിരി കായവും കൂടെ അതിനകത്തോട്ട് ഇടുക. ആവശ്യത്തിന് കായം ഇട്ടുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. നല്ലവണ്ണം ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ ഇച്ചിരി അതിനകത്തോട്ട് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ടും നല്ലോണം ഇളക്കുക. ഇത്രയും യോജിച്ച് വരുമ്പോൾ ഇച്ചിരി അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കുക. വെള്ളത്തിലോട്ട് യോജിച്ച് വരുന്നിടം വരെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ശർക്കരയും കൂടി ഇടേണ്ടതാണ്. ആവശ്യത്തിന് ശർക്കര എടുത്ത് പൊടിച്ച് അതിനകത്തോട്ട് ഇടേണ്ടതാണ്. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് മാങ്ങയും കൂടെ അതിനകത്തോട്ട് ഇടുക. ആവശ്യത്തിന് മാങ്ങ അരിഞ്ഞത് അതിനകത്തോട്ട് ഇടുക. നല്ലോണം ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കുക. നല്ലോണം ഇളക്കുക. മാങ്ങ നമ്മുടെ കൂട്ടിലോട്ട് നല്ലോണം പിടിക്കുന്നിടം വരെ നല്ലോണം ഇളക്കുക. ഇളക്കി വരുമ്പോഴത്തേക്കും അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നല്ലോണം തിളച്ച് വെള്ളമൊക്കെ കുറുകി വരേണ്ടതാണ്. തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി വിനാഗിരി അങ്ങോട്ട് ഒഴിക്കുക. ഇച്ചിരി വിനാഗിരി ഒഴിച്ചാൽ മതി. അതിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റൗ അണയ്ക്കാവുന്ന. എരിവ്, പുളി, മധുരം, ഉപ്പ് എല്ലാം പാകത്തിനായിരുന്നു. എല്ലാം ചോറിനൊപ്പം കഴിക്കാം, കഞ്ഞിയോടൊപ്പം കഴിക്കാം, പഴങ്കഞ്ഞിയോടെ കഴിക്കാം. ഇപ്പം കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ്. അതിനെക്കാട്ടി നല്ല ടേസ്റ്റ്. അപ്പം ബൈ ഗൈസ്. എല്ലാവർക്കും സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്യണേ.